ആഴങ്ങളിൽ ഓരോ തീരത്തു നിന്നും പ്രതീക്ഷയോടെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, സാഹസികമായ കടലിലെ ജീവിതം, കടൽ അനുഭവങ്ങളിലൂടെയുള്ള ജീവിതയാത്ര, ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ഫാസ്കൽ ജോസഫ്. പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടി ചെറുപ്രായത്തിൽ തന്നെ ഇദ്ദേഹത്തിന് മത്സ്യത്തൊഴിലാളിയായി മാറേണ്ടി വന്നു. കടലിലുണ്ടായ നിരവധി അപകടങ്ങളിലാണ് ദൈവകൃപ കൊണ്ട് ഫാസ്കൽ ജോസഫ് രക്ഷപ്പെട്ടത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ഫാസ്കൽ ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാസ്കൽ ജോസഫ്. എൻ്റെ സ്ഥലം ശക്തികുളങ്ങര. ഞാൻ 1965 മീൻ പിടിക്കാൻ തുടങ്ങി, മീൻപിടുത്തം തുടങ്ങി. അത് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ബോട്ട് വന്നപ്പോഴേ INV 147 നമ്പർ ബോട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കടലിൽ പോകുന്നത്. ദാരിദ്ര്യം പിടിച്ചൊരു സാഹചര്യമായിരുന്നു. എൻ്റെ അപ്പൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം മീൻ പിടിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചത് ആദ്യം INV 147 നമ്പർ ബോട്ട് കിട്ടി. അതിലൊരു 5, 6, 7 വർഷം പണിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ട്രോളിങ് ബോട്ട് വന്നു. ഞാൻ ആദ്യമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യം മീൻ പിടിക്കാൻ പോയാൽ പറ്റത്തുള്ളൂ. അപ്പൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകേണ്ട സാഹചര്യം വന്ന് മീൻ പിടുത്തം അതിലോട്ട് തുടർന്നു. അപ്പോൾ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ബോട്ട് വന്ന് അങ്ങനെ ഒരു ബോട്ട് കിട്ടി. അതുമായിട്ടാണ് എൻ്റെ ആദ്യത്തെ ഫിഷിംഗ് ബോട്ടിൽ മീൻ പിടുത്തം തുടങ്ങിയത്. ദൈവം എന്നെ ഒരു അപകടത്തിൽ കാത്ത് രക്ഷിച്ച ഒരു കഥ ഞാൻ പറയാൻ പോവുകയാണ്. അതായത് 2012 ഏപ്രിൽ 1-ാം തീയതി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബോട്ടിൽ പണിക്ക്. ആ ബോട്ടിൻ്റെ പേര് കെവിൻ എന്നായിരുന്നു. അതിൽ 4 ജോലിക്കാർ. ബോട്ടിൻ്റെ ഉടനെ ഒരു ക്ലീറ്റസ്, എൻ്റെ പേര് പാസ്കൽ, ഒരാളുടെ പേര് സെബാസ്റ്റ്യൻ, ഒരാളുടെ പേര് ഉത്തമൻ. അങ്ങനെ 4 പേരായിരുന്നു. അങ്ങനെ ബോട്ട് വിട്ട് ഒരു ഉദ്ദേശം ഒരു 40 മിനിറ്റ് ബോട്ട് ഓടിയപ്പോഴേ വലിയ കാറ്റും മാരിയെല്ലാം വന്ന് അന്ന് ഈ കൊല്ലം അഴിയിൽ നിന്ന് 10-15 ബോട്ടേ പണിക്ക് പോയിട്ടുള്ളായിരുന്നു. വള്ളം എന്ന് പറയുന്നത് ഒരു വള്ളം മാത്രമേ പണിക്ക് പോയിരുന്നുള്ളൂ. ആ വള്ളത്തിൻ്റെ പേര് ഐരാവതം എന്നായിരുന്നു. ആ ബോട്ട് ഞങ്ങൾ 40 മിനിറ്റ് ഓടി കഴിഞ്ഞപ്പോൾ ബോട്ട് വെള്ളം കയറി ബോട്ട് താണു. അപ്പം ഇവരെ 2 പേരും വെള്ളത്തിലെടുത്ത് ചാടി. ഞാനും ഉത്തമനും ബോട്ടിൽ നിന്ന് ചാടിയില്ല. ബോട്ട് താണ് വെള്ളത്തിന് മുകളിൽ ഈ ബോട്ടിൻ്റെ കൊമ്പ് എന്ന് പറയും, ആ ഒരു 2 അടി മാത്രം വെള്ളത്തിന് മുകളിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതിൽ പിടിച്ചു കിടന്ന് ദൈവമേ യേശുവേ എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. അങ്ങനെ ഇന്നപ്പോഴേ ഒരു ഏകദേശം ബോട്ട് താണപ്പോഴേ 5:15 മണിയാവും. ഒരു 7:30 മണിയാകുന്ന സമയം വരെയും ഞങ്ങൾ വെള്ളത്തിന് കിടക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പടിഞ്ഞാറന്ന് ഒരു വള്ളം ഇങ്ങനെ ചെറിയ രൂപം തന്നെ കണ്ടത്. കണ്ടെങ്കിൽ ഓടി വന്ന് എൻ്റെ കൂടെ 2 ഒരു ബോട്ടിൻ്റെ ഈ സ്റ്റോറിൻ്റെ ഇത് കവറ് അതിൽ പിടിച്ച് അവരൊഴുകിപ്പോയി. ഞങ്ങൾ 2 പേരും ബോട്ടിൽ തന്നെ പിടിച്ച് കിടന്നു. അങ്ങനെ ഉത്തമൻ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര നിലവിളിയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ നിലവിളിക്കണ്ട, യേശു നമ്മളെ കാത്തോളും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ നിൽക്കുമ്പോഴേ ഈ വള്ളം പടിഞ്ഞാറ് ഇങ്ങനെ ഓടി വരുമായിരുന്നു. അവിടെ ഈ 2 പേര് കിടന്ന് ആ ഭാഗത്തേക്കാണ് വള്ളം ഓടിച്ചെന്നത്. അപ്പോൾ അവർ 2 പേരും എടുത്ത് അന്നേരം അവരുടെ അടുത്ത് ചോദിച്ച്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എൻ്റെ ബോട്ടിൽ വന്നതാണ്, ബോട്ട് താണുപോയി. ബാക്കി 2 എവിടെ നിന്ന് അവർ ദിക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ വള്ളം ഓടി വന്ന് ഞങ്ങൾ 2 പേരും എടുത്തു. വളരെ എടുത്ത് റോപ്പിട്ട് വന്ന് ഞങ്ങൾ 2 പേരും വള്ളത്തിൽ കയറ്റി വളരെ തന്നെ കരയ്ക്ക് വിളിച്ചു പറഞ്ഞ് പോലീസും ആംബുലൻസും എല്ലാം നീണ്ടൊരു ഹാർബറിൽ വന്നു. ഞങ്ങൾ ആ ആംബുലൻസിൽ കയറ്റി പുത്തൻതറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഫൗണ്ടേഷനിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെല്ലാം പരിശോധിച്ചു. അപ്പോൾ അവരെ 3 പേരെയും അവിടെ ആയിരുന്നു അവരുടെ ചികിത്സ. എന്നെ
അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഡൽഹി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാർ 3-4 പേര് പരിശോധിച്ച് ECG എല്ലാം എടുത്ത് ഡോക്ടർമാരുടെ പരിശോധന 1-2 മണിക്കൂർ വരെ ഉണ്ടായിരുന്നു. അവിടെ കിടന്ന് അത് കഴിഞ്ഞപ്പോഴേ ഏകദേശം 9 മണിയോളം ആയപ്പോഴാണ് എന്നെ അവിടെ കൊണ്ടു ചെന്നത്. ഒരു 2 മണിയാവുന്നവരെയും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വന്നത് കുഴപ്പമൊന്നുമില്ല, ഈ ഹാർട്ടിന് ചെറിയ ഇതുകൊണ്ട് അത് മാറ്റമുണ്ട്. ഇപ്പോഴേ ശരിക്കും ഭയന്നിട്ടുണ്ട്, കുഴപ്പമില്ല, മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് വന്നു. ഞാനിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ പ്രയാസം പറഞ്ഞ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് യേശുവിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, യേശുവെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒച്ചത്തിൽ നിലവിളിച്ചപ്പോഴാണ് ഈ വള്ളം തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അതൊരു ഭയങ്കര ഫീലിംഗ് എനിക്കുണ്ടായത്. ഒരു ഭയങ്കര ശക്തിയാണ് ദൈവം എനിക്ക് തന്നത്. അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഒരു വിൽസൺ എന്ന് പറഞ്ഞൊരു ബോട്ടിൽ ഞാൻ പണിക്ക് പോയിരുന്നു. അവിടെ ചെന്ന് ഉൾക്കടലിൽ ചെന്നപ്പോഴേ ഭയങ്കരമായ കാറ്റും തിരമാലയെല്ലാം കൂടി വലയിട്ട് വല പിടിച്ചെടുത്ത് കരയ്ക്ക് വരാൻ ഓടി വരുമ്പോൾ ഈ അഴിയുടെ കുറച്ച് പടിഞ്ഞാറേ ഭാഗം വന്നപ്പോഴേ ഒന്നും കാണാൻ വയ്യ, ഭയങ്കരമായ കാറ്റും മഴയും ഇല്ലായിരുന്നു. അന്ന് ഈ മുട്ടിന് ആൾക്കാർ ആരെങ്കിലും കാണുന്നത്, അന്ന് ആരും ഇല്ലായിരുന്നു അവിടെ. വന്നപ്പോഴേ ഒരു 4 ബോട്ട് ഒരുപോലെ മറിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു ബോട്ട് നല്ല സ്പെഷ്യലായിട്ട് കാണാം. ആ ബോട്ടിന് പേര് തോപ്പിൽ ബോട്ടെന്നായിരുന്നു. എന്നപ്പോഴേ ഈ ബോട്ടിൻ്റെ ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടംപോലെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നതായിട്ടൊക്കെ കണ്ട്. അപ്പം ഈ ബോട്ടിലുള്ളവരെല്ലാം ഭയങ്കരമായ നിലവിളി. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിലവിളിക്കരുത്, ദൈവം നമ്മളെ കാത്തുകൊള്ളും, ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഞാൻ ഉറപ്പ് തരാം, ദൈവത്തിന് യേശുവിൻ്റെ സഹായത്താൽ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഞാൻ ശ്രാങ്കിനോട് പറഞ്ഞ്, പടിഞ്ഞാറേ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കരുത്, നിങ്ങൾ ബോട്ട് കിഴക്കോട്ട് ശ്രദ്ധയായിട്ട് ഓടിച്ചോളണം, പുഴച്ചാൽ എന്ത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം പടിഞ്ഞാറ് നോക്കിയാൽ ഭയങ്കരമായ ഒരു അന്തരീക്ഷമാണ് അന്നേരം കണ്ടത്. ഞാൻ പറഞ്ഞു, അയാളത് ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ബോട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ബോട്ട് ഓടിച്ച് സുഖമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ബോട്ട് കരയ്ക്ക് വന്ന് കയറി. അന്ന് ഈ തോപ്പിൽ ബോട്ടെന്ന് പറഞ്ഞ ആളുടെ ബോട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു. ആ അയാളുടെ പേര് ജോസഫ് എന്നായിരുന്നു. അന്നും ഒരു വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ദൈവം എനിക്ക് ഭയങ്കരമായ അത്ഭുതം, പല രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതനുസരിച്ചുള്ള വലിയ നേട്ടങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഞാൻ ആദ്യമായിട്ട് ഈ ചെറിയ ബോട്ട്, ഈ INB 147 നമ്പർ ബോട്ട് പണിക്ക് പോയ സമയത്ത് ഈ വല ഞങ്ങൾ പിടിച്ചിരുന്നത് വലയിൽ നിന്നൊരു നികപ്പ് ഒഴുകിപ്പോയപ്പോൾ എന്നോട് മറ്റ് ജോലിക്കാർ, മോൻ ചെറുപ്പമല്ലേ, ഒന്ന് നീന്തി എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു. ഞാൻ അത് ഇറങ്ങി വെള്ളത്തിൽ ചാടി എടുത്തുകൊണ്ട് വന്ന സമയത്ത് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല, ദൂരോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈശോയെ പറഞ്ഞ് നിലവിളിച്ച് ഈശോയെ പറഞ്ഞ് നിലവിളിച്ച്. അന്നേരം വീട്ടിൽ അപ്പനുണ്ട് ബോട്ടിൽ. ഞാൻ താഴെ പോകുമ്പോൾ അപ്പനടുത്തൊന്ന് ചാടി. ഞാൻ അന്നേരം കൈവഴി യേശുവിൻ്റെ നാമമാണ് ഞാൻ വിളിച്ചപ്പോൾ എനിക്കത് വലിയ അനുഭവമായിരുന്നു. കുറേ അധികം ദൂരെ ഒഴുകിപ്പോയി. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം വന്ന് എന്നെ കൈക്ക് പിടിച്ച് നീന്തി ഈ ബോട്ടിനകത്ത് ഞങ്ങൾ കയറി. എനിക്ക് അപകടം വന്ന സമയത്തെല്ലാം ഞാൻ യേശുവിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത്. അതിന് ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ അപകടങ്ങളുണ്ടായ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് ഏറ്റവും ശരണപ്പെട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഈ ആപത്തിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ഒരു 10-20 വർഷത്തിന് മുമ്പ് ഞാനൊരു ഡിവൈനിൽ ധ്യാനത്തിന് പോയിട്ട് വന്ന് എനിക്കൊരു ബോട്ടുണ്ടായിരുന്നു. ബോട്ടിനടുത്ത് ഞാൻ പോയിട്ട് വരുന്ന വഴി
ഒരു പാലത്തിന് ശക്തിയുള്ള പാലത്തിന് പറഞ്ഞ് എന്തോ വെള്ളത്തിൽ ചെന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പാലത്തിന് കാണുന്ന അടുത്തെങ്കിലും ആരുമില്ലായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ധ്യാനത്തിൽ പോയിട്ട് ഞാൻ വന്നു. ഈ ബോട്ടിൻ്റെ പോയി ബോട്ട് നോക്കാൻ പോയിട്ട് വരുന്ന വഴി പാലത്തിൽ നിന്ന് എന്തോ വെള്ളത്തിൽ ചെന്ന് വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് അവിടെ അടുത്തെങ്കിലും ആരുമില്ല. നോക്കിയപ്പോൾ ഒരു സ്ത്രീയായിരുന്നു. അവർ വെള്ളത്തിൽ കിടന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് ആരുമില്ല. എനിക്ക് വെള്ളത്തിനും ചാടാൻ പറ്റത്തില്ല, കാരണം പാലത്തിന് വരെ ചാടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഓടി ചെന്നപ്പോൾ ഒരു വഞ്ചി കിഴക്കുന്നു വരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ നിർത്തണേന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറയും ഒരാൾ വെള്ളത്തിൽ ചാടി അത് നിങ്ങളൊന്നും ഉപേക്ഷയെന്ന് വിചാരിക്കുന്നത്, ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അവർ വഞ്ചി തുഴഞ്ഞു തന്നു. അവരിങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ചാടി നിൽക്കുന്നത്. ഇത് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നില്ല. അവരെ കയറി പിടിച്ച് വള്ളത്തിൽ കയറ്റി കരയ്ക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരിന്നും ജീവിച്ചിരിക്കുന്നു 20 വർഷത്തിന് മുമ്പ്. ഞാനിപ്പം ശക്തിയുള്ള പള്ളിയെടുത്ത് താമസിക്കുന്നു. ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങിക്കാനും എൻ്റെ മക്കളുടെ ഓരോ കുടുംബമാക്കാനൊക്കെ യേശുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അന്ന് പണിക്ക് പോകുന്ന സമയമല്ലായിരുന്നു, അത് ഡിസംബർ മാസമായിരുന്നു. അന്ന് പണിക്ക് പോകുന്ന ദിവസമല്ലായിരുന്നു, ക്രിസ്മസിൻ്റെ ആഴ്ചയിലായിരുന്നേ. അന്ന് ഞാൻ ഇതേപോലെ ഒരു 7 മണിക്കുള്ള കുർബാന കഴിഞ്ഞ് ഞാൻ ഇവിടെ ചുമ്മാ കിടപ്പുറത്തിരിക്കുമ്പോഴേ അന്തരീക്ഷം നല്ല ക്ലിയർ. ഒരു 8-9 മണിയായപ്പോഴും പറയുന്നു, വേളാങ്കണ്ണി ഭാഗത്ത് ഇങ്ങനെ കടലരച്ച് കയറുന്നു ഇങ്ങനെ പറഞ്ഞു. രാവിലെ ഒരു 9 മണിയായപ്പോഴും ഒരു 10-10:30-11 മണിയായപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞു സുനാമി. ഇങ്ങനെ വന്ന് ആദ്യം ഒരു വലിയ തിര ഇങ്ങനെ വന്നു, രണ്ടാമതൊന്ന് വന്നു, മൂന്നാമത് ഒരു ഭയങ്കരമായ ഉയരത്തിൽ ഇങ്ങനെ വന്ന് ഈ ഹാർബറിൻ്റെ മതിലെല്ലാം തകർത്ത് ആ വീടുകളെല്ലാം ഒഴുകിപ്പോയി. ഒരു 2 സ്ത്രീകൾ മരിച്ചെന്ന് ഇവിടെ ശക്തിയുള്ളവരെ. ഞാനവിടെ കണ്ടു നിൽക്കുമായിരുന്നു. ആഴങ്ങളിൽ എന്നെ പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറ് കടലിൽ കാണുമ്പോൾ നമുക്കറിയാം ഇരുൾ ഇറക്കുന്നത്, കാറ്റ് കണ്ടാൽ ഇന്ന ഇരുൾ ഇറന്നാൽ ഇന്ന രീതിയിൽ വരും. ഇങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഇത് വെച്ചാണ് നമ്മളന്ന് പണിക്ക് പോകുന്നത്. ഇന്നത്തെ പോലെ ഈ കോമ്പോസും എക്കോസോണും GPS-ഉം വയർലെസ്സും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കരയ്ക്ക് വരുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ. കാരണം തിരിച്ച് വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. കാരണം അങ്ങനെ ആ രീതിയിലാണ് അന്നത്തെ മീൻപിടുത്തം. അങ്ങനെ പോകുന്നു. അതിന് ശേഷമാണ് ഈ വിശാലമായ രീതിയിലുള്ള സെറ്റപ്സ് എല്ലാം വന്നു ഇങ്ങനെ ആയി നിൽക്കുന്നത്. അന്ന് അയാൾ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടും 1000 പ്രാവശ്യം ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് വള്ളത്തിൽ കയറാൻ നേരത്തും കടലിൽ വെള്ളം തൊട്ട് ഉപയോഗിക്കും പുത്രം വെച്ച് ഇങ്ങനെയൊക്കെയാണ് ആദ്യം കയറുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ പള്ളിയിലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ എന്ന് പറയുമ്പോൾ ഭയങ്കര ദൈവഭക്തിയുള്ള ഒരാളായിരുന്നു. പള്ളിയായിട്ട് അന്ന് വരുന്ന വൈദികന്മാരുമായിട്ട് നല്ല സ്നേഹബന്ധങ്ങളും പിന്നീട് എന്ത് കാര്യങ്ങൾ അപ്പനടുത്ത് ചോദിച്ചാണ് ഒരുപാട് കൊച്ചച്ഛന്മാരെല്ലാം അച്ഛൻ പഠിക്കുന്നത്. ഈ പ്രാർത്ഥനയെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ അച്ഛൻ അപ്പപ്പോഴും ചോദിക്കും. അപ്പോൾ അപ്പോഴാണ് ഈ ആൾട്ടറിലെ ഒരു ഇപ്പോൾ കണക്കനെന്ന് പറയും, ആ ഒരു ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ആളുടെ ദൈവ രീതിയിൽ കണ്ടാണ് ഞങ്ങളെല്ലാം വളർന്നത്. ഞങ്ങൾ വളർന്നതും എവിടെ പോയാലും ദൈവത്തിനെ വിളിച്ചിട്ട് വീട്ടിൽ നടക്കത്തുള്ളൂ. ബാധയ്ക്ക് പുത്രൻ വയ്ക്കും. അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടകളൊക്കെയാണ് ഞങ്ങൾ വീട് മുമ്പോട്ട് വയ്ക്കുന്നത്. ആഴങ്ങളിൽ ഞങ്ങൾ ഈ പിന്നീട് രാത്രി മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് വല നീട്ടും. വല നീട്ടി കഴിഞ്ഞാൽ നേരെ സന്ധ്യയായി കഴിയുമ്പോൾ ഞങ്ങൾ 4 പേര് 5 പേരെ കാണും ഈ ബോട്ടിനകത്ത്. അന്നേരം പറയും നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയും. കൊന്ത ചൊല്ലും. എല്ലാം ദൈവത്തിന് പടമെല്ലാം മെഴുതിരെല്ലാം കത്തിച്ച് വെച്ച് ആദ്യം കൊന്തയും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ പാട്ടൊക്കെ ചെറിയ പാട്ടറിയാവുന്നൊരു പാട്ടൊക്കെ പാടും. അങ്ങനെ സമയങ്ങൾ അങ്ങനെ പറയുന്നത് 8-9 വരെ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയും. അങ്ങനെ ആഹാരം എടുത്ത് വെച്ചുകൊണ്ട് ചെറിയ പ്രാർത്ഥന അത് കഴിഞ്ഞേക്കാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ശീലത്തിലാണ് ഞങ്ങൾ വളർന്നത്. മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് കടൽ വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ദൈവത്തിന് വിളിക്കാൻ ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്ന് പോയിക്കഴിഞ്ഞാൽ ഈ കരയ്ക്ക് വരുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ല. കാരണം ഇങ്ങനെ ആൻഡ്രോ മാതിരി കറക്കുന്നൊരു എഞ്ചിനാണ്, 8 ഹോഴ്സ് പവർ എഞ്ചിനാണ്. അത് എപ്പോഴും അപകടമാണ്. പിന്നെ വീട്ടിലെ ദാരിദ്ര്യവും അന്നത്തെ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ കടലിൽ പോയി കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപകടമൊന്നും വഹിക്കുന്നില്ല, പോവുക, വന്നെങ്കിൽ വന്നു, ഇത്രയേ ഉള്ളൂ. ആ രീതി അന്നത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ. ആഴിൻ ആഴങ്ങളിൽ എനിക്കൊരു 6-7 വയസ്സുള്ള സമയത്ത് ഞാനന്ന് ചൂണ്ടയ്ക്ക് പോകുമായിരുന്നു. ചൂണ്ടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഈ കായലിൽ നീന്തി കുളിക്കാനിറങ്ങും. കായലിൽ നീന്തി കുളിക്കാൻ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോഴേ കായലിൻ്റെ നടുക്ക് വെച്ച് ഞാൻ ഒരു കൈ കുഴയെന്ന് പറഞ്ഞ് തോന്നി. കരയ്ക്ക് നീന്തി വരാൻ അടുക്കുന്നില്ല. അപ്പം എൻ്റെ കൊച്ചുപ്രായത്തിൽ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് ഞാനന്ന് യേശുവെ രക്ഷിക്കണേ ഞാൻ 3-4 പ്രാവശ്യം എൻ്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ കാലിൻ്റെ നടുക്കണം ഞാൻ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് കൈക്ക് കുഴച്ചിൽ വന്ന അത് സംഭവം മാറിക്കിട്ടി. ഉടനെ നല്ലപോലെ കൈ കൊണ്ട് നീന്താനും കരയ്ക്ക് വന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അത്. അതായത് എനിക്ക് ഓർമ്മ വെച്ച സമയം, അത് സ്കൂളിൽ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സിലും ഞാൻ സ്കൂളിൽ പൊയ്ക്കൊണ്ട് വരുന്ന സമയത്ത് വീട്ടിൽ വരുമ്പോഴേ മറ്റ് ജോലി ചെയ്യാനുള്ള പ്രായമുള്ള ചേട്ടന്മാരാരും ഇല്ല. അപ്പനാണെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് വേണം എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തയ്യാറ് വരുമ്പോഴേ എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓട്ടി കോരാൻ പോകുമായിരുന്നു. കടൽ കക്ക വരാൻ പോകുമായിരുന്നു. കക്ക വരാൻ പൊയ്ക്കൊണ്ട് വന്ന് 2-3-4 രൂപയൊക്കെ കിട്ടും കൊടുക്കുമ്പോഴേ. അത് കൊടുത്ത് പിന്നാണ് ഞാൻ സ്കൂളിൽ പോകാൻ പോകുന്നത്. സ്കൂളിൽ പോയിക്കൊണ്ട് വരുന്ന ഉച്ച കഴിഞ്ഞ് വരുന്ന സമയത്ത് ചൂണ്ടയിടാൻ പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ. എവിടെ പോയാലും ഞാൻ അന്ന് കൊച്ചുനാളിൽ പടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോകത്തുള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ 8 ആണുങ്ങളും ഒരു പെണ്ണും 9 മക്കളാണ് ഞങ്ങൾ. പട്ടണയിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞാൽ ഈ നോർവേക്കാർ ബോട്ട് വന്ന് എൻ്റെ വീട്ടിലെ കാര്യം പറയാനാണെങ്കിൽ ഈ ബോട്ട് കിട്ടിയതിന് ശേഷമാണ് കുടുംബത്തെ ദാരിദ്ര്യങ്ങളെ കുറേശ്ശെ മാറാൻ തുടങ്ങിയത്. അതിൻ്റെ ബോട്ടുകളിങ്ങനെ ആദ്യം 8 ഹോഴ്സ് പവർ ബോട്ട് വന്നു, പിന്നീട് 16 ഹോഴ്സ് പവർ ബോട്ട് വന്നു, പിന്നെ മാറ എന്ന് പറഞ്ഞൊരു ബോട്ട് വന്നു, പിന്നെ ബക്ക് എന്ന് പറഞ്ഞൊരു ബോട്ട് വന്നു, പിന്നെ റസൻ എൻ്റെ പറ്റിയ ബോട്ട് വന്നു. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോരോ മാറി വരുന്നതനുസരിച്ച് ഈ ഉയർച്ച ഉണ്ടായി. അങ്ങനെയാണ് ഈ ഓരോരോ കുടുംബവും രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പോഴേ ഗൾഫ് രാജ്യത്ത് പോക്കും അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പം ഈ നാട് ഇത്ര ഉയർന്നു നിൽക്കുന്നത്. ആഴിൻ ആഴങ്ങളിൽ 5 വർഷത്തിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ ഒരു പെരുന്നാൾ ഈ ശക്തിനഗര പള്ളിയിൽ ഞാൻ പെരുന്നാൾ ഒരാളാണ്. എനിക്ക് സാമ്പത്തികമായിട്ട് കയ്യിലൊന്നും ഇല്ലായിരുന്ന സമയത്ത് വലിയ ഇതല്ല, ഒരു ക്യാൻസർ രോഗമൊക്കെ വന്ന് ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ ഞാൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുന്ന സമയത്താണ് മക്കളുടെ എല്ലാം താല്പര്യങ്ങൾ ഒരു പെരുന്നാൾ ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്കതിനകത്തൊക്കെ നമ്മൾ സാമ്പത്തികം അനുഭവിക്കുന്നത്. അപ്പം നമുക്ക് വലിയ ഉപകാരം ചെയ്യും, അതിനകത്തൊക്കെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അങ്ങനെ അവർ പോയി പെരുന്നാളിൻ്റെ കാര്യം പള്ളിയിൽ പോയി എല്ലാം സംസാരിച്ച് ഞാൻ 5 വർഷത്തിന് മുമ്പ് മാതാവിൻ്റെ പെരുന്നാൾ ചെയ്തു. മാതാവിൻ്റെ പെരുന്നാൾ എൻ്റെ മക്കളെല്ലാവരും കൂടി നല്ലതുപോലെ സഹകരിച്ച് നല്ലപോലെ സഹായിച്ച് ഇതെല്ലാം ചെയ്തു. ഞങ്ങൾ മാതാവിൻ്റെ സഹായത്താൽ നല്ല അനുഗ്രഹം അതിന് ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോഴും അതിൻ്റെ അനുഗ്രഹമുണ്ട്. ആ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നു. ദൈവം ഞങ്ങൾ ആ രീതിയിലെല്ലാം നല്ല അനുഗ്രഹിച്ചൊരു കുടുംബമായിട്ട് വേണം ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. പെരുന്നാൾ മാതാവിൻ്റെ പെരുന്നാൾ തുടങ്ങിയാൽ 10 ദിവസമല്ല 11 ദിവസത്തെ പെരുന്നാളാണ്. ഈ 11 ദിവസവും ഈ ശക്തിയുള്ള ഇടവക ജനങ്ങൾ വളരെ ഭക്തിയോടുകൂടിയാണ് ഓരോ ചടങ്ങുകളും അവർ നടത്തുന്നത്.
അവർ പങ്കെടുക്കുന്നു. അതിൻ്റേതായ അനുഗ്രഹം ഈ ശക്തിനഗര ഇടവകയിലുണ്ട്. അതെല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. ആരും ഇപ്പോഴും അതുപോലെ കഴിഞ്ഞാൽ ജോൺ പുട്ട പുണ്യാളുടെ പെരുന്നാൾ അത് ഇതിന് ഒന്നിനും മെച്ചമായിട്ടാണ് ഇങ്ങനെ ഈ പള്ളിയിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അതും ഈ ഇടവ ജനങ്ങൾക്കെല്ലാം ഭയങ്കരമായ ദൈവവിശ്വാസമാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളും എപ്പോഴും പറയുന്ന ഒരു ശീലം ഈ ഇടവ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആഴിയിൻ ആഴങ്ങളിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പ്രധാന ഒരു കാര്യമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയുണ്ട്. 53 മണി ജപം ഞങ്ങൾ ചൊല്ലി പിന്നെ അതിന് ശേഷമുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. അതിന് കുറച്ചധികം സമയം എടുക്കും. ഒരു അരമണിക്കൂർ കൂടുതൽ എടുക്കും. അതിനെ കൂടി കഴിഞ്ഞ് പിന്നീട് വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥന കഴിയുമ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സ്തുതി പറയും. അത് കഴിഞ്ഞിട്ടാണ് അത്താഴമുള്ള ആഹാരമൊക്കെ കഴിക്കുന്നത്. അതുപോലെ വെളുപ്പിൽ ഞങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്തും പ്രാർത്ഥന കഴിഞ്ഞേ വീട് പോകത്തുള്ളൂ. അത് മുടങ്ങാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ശീലമായിട്ട് മാറി, അതൊരു അനുഗ്രഹമായിട്ട് മാറിയത്. കടലിൽ പോകുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് പോകുന്ന സമയത്ത് വായിക്കാനൊന്നും ചില കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഒരു 2-4 വരിയെങ്കിലും വായിക്കുമ്പം അതിൻ്റേതായ ഒരു ഐശ്വര്യം നമുക്കുണ്ട്. പല നിമിഷങ്ങളിലും ദൈവം തുണയ്ക്കെത്തിയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ഫാസ്കൽ ജോസഫിന്റെ സഹധർമ്മിണി ഫ്രാൻസീന. എന്നെ 25 വയസ്സുള്ളപ്പോഴാണ് പുള്ളി എന്നെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് ഞങ്ങൾക്ക് അങ്ങനെ 4 കുട്ടികളായി. അങ്ങനെ അന്ന് ബോട്ടിൽ പോവുമായിരുന്നു. നല്ല സുഖമായിട്ടൊക്കെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു. വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വാഹനം വെച്ച് 2 വാഹനം വെച്ച് അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു. 4 പേരെയും നല്ലപോലെ വളർത്തി നല്ലപോലെ പഠിപ്പിച്ചു. 4 പേരെയും കല്യാണം ഇപ്പോൾ കെട്ടിച്ചയച്ചു. സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. അപ്പം മാതാവിൻ്റെയും പുണ്യാളുടെയും പെരുന്നാളൊക്കെ വരുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനൊന്നും കാണാൻ പറ്റുന്നില്ലോ. പക്ഷേ അവർ ഈ പള്ളിയുടെ നടുക്ക് വശത്ത് തന്നെ ബോട്ടൊക്കെ കിടന്ന് വലിക്കുമായിരുന്നു, കാണുമായിരുന്നു. എങ്കിലും എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. കർത്താവ് ആ വിഷമമെല്ലാം മാറ്റി തന്നു. ഞങ്ങൾക്ക് മാതാവിൻ്റെയും തിരുഹൃദയ പെരുന്നാളും എല്ലാം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പെരുന്നാൾ ചെയ്തു. 4 പേരെയും കെട്ടി 4 പേരും സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് പപ്പ ഒരു പ്രാവശ്യം ബോട്ടിൽ പോയ സമയത്ത് ഒരു അപകടമൊക്കെ പറ്റിയ സമയത്ത് ഞാനൊന്നും അറിയില്ല, വീട്ടിലിരിക്കുക. എൻ്റെ ചേട്ടൻ്റെ മോൻ വന്നാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു ആശുപത്രിയിൽ പോകാനായിട്ട്. പെട്ടെന്ന് ഒരുങ്ങും ആശുപത്രി പോകാൻ. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബോട്ട് ഇങ്ങനെയാണ്, കൊച്ചുപ്പ ഇങ്ങനെ വെള്ളത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല വിഷമിക്കണ്ട, ആളുടെ ഡിസ്ട്രിക്റ്റ് കൊല്ലാശുപത്രി ഡിസ്ട്രിക്റ്റ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ ചെന്ന് കണ്ട് അങ്ങനെ അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സുഖമായിട്ടൊക്കെ അങ്ങനെ വന്നു. അങ്ങനെ സമാധാനമായിട്ട് കർത്താവിൻ്റെ കാര്യം കൊണ്ട് ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നു, കുഴപ്പമില്ലാതെ. പിന്നെ ഇപ്പോൾ ഈ അസുഖം വന്നു 8 വർഷമായി. ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് റേഡിയേഷനൊക്കെ കഴിഞ്ഞ സമയത്താണ് പുള്ളിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവിടെ വരുന്നത്. പുള്ളിനി എന്നെ നോക്കി ഡോക്ടർ എന്നെ നോക്കി ചികിത്സിച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളിപ്പോൾ 6 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവെ കാറ്റിന് കണ്ടും എല്ലാം വെള്ളത്തിൽ പണിക്ക് പോകുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഒരു അപകടവും ഒരു വിഷമസന്ധികളും ഉണ്ടാകരുതേ കാത്തുകൊള്ളണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. യൗസേപ്പാവ് കുടുംബത്തെ പോറ്റി വളർത്തിയ പോലെ ഞങ്ങളെയും പോറ്റി വളർത്തണമേ, ഞങ്ങൾക്ക് നന്ദി ഇപ്പോൾ ഇന്നും തരയണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ 2 പേരും തരണം ചെയ്ത് അത് ജീവിച്ച് പോന്നു. പിന്നെ അതിൽ നിന്ന് ഇപ്പം കർത്താവ് ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഞങ്ങൾ 2 പേരും സുഖമായിട്ട് ജീവിക്കുന്നു. മക്കളെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്കൊരു വിഷമങ്ങളും ഇല്ല. ഞങ്ങൾ സുഖമായിട്ട് കഴിയുന്നു.